ഹായ് ഗൈസ്, നമ്മൾ വീഡിയോയിലോട്ട് നമ്മളിന്ന് ചെയ്യുന്നത് മസ്താങ് ഓക്കെ. ഇപ്പം മസ്താങ് ഷെൽബിയാണ്. ഓക്കെ, ഞാൻ കുറേ സംഭവങ്ങൾ കാട്ടിയത് എന്തൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിന് ഓടിക്കാൻ പറ്റും, ഇങ്ങനെ പിന്നെ ടയർ ചെയ്യാൻ പറ്റും. ഇത് ആർ സി എന്താ പറയുക, ആർ സി ടൈപ്പുള്ള ഇത് നോർമലാണ്. ഓക്കെ, എനിക്ക് അറിയാം കുറച്ച് ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. ഡിക്കി തുറക്കാൻ പറ്റും നമുക്ക്. ഇവിടെ ഡിക്കി തുറന്ന് അകത്ത് മറ്റേ അതെ അകത്തെ സ്പേസ് കാണും വിചാരിക്കുന്നു. ഉണ്ടോ? ഓക്കെ, അതിലൊന്നും പറ്റും. ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാട്ടാം. കണ്ടോ, ഡീറ്റെയിൽഡായിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് തുറക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഫ്രണ്ട് സൈഡ്. ഡീറ്റെയിൽഡായിട്ട് കാട്ടുന്നുണ്ടല്ലേ, കണ്ടില്ലേ ഈ സ്നേക്കിൻ്റെ പിക്ചർ. ഇതാണ് ഈ ഫോർഡ് മസ്താങ് ഷെൽബി 2020. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ കാറിൻ്റെ ഇതൊക്കെ. പിന്നെ ഈ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റിയറിംഗ് ഉണ്ട്, പിന്നെ ഒരു സീറ്റ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് 2 സീറ്റർ അല്ല, ഇത് 5 സീറ്ററാണ്. ഉണ്ട് ഇവിടെ ബാക്കിലും ഒരു 3 സീറ്ററും കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ ഫോർഡ് മസ്താങ്. നമുക്ക് ഇവിടെ നിന്നും കാണാൻ നേരത്തെ സ്നേക്കിൻ്റെ പിക്ചർ ആണെന്നുണ്ട്, കണ്ടില്ലേ. പിന്നെന്താ പുറകിൽ ഫോർഡ് ഒരു ലോഗോ ചെയ്തിട്ട് ഫോർഡ് പെർഫോമൻസ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പോലത്തെ വൈറ്റ് മാത്രമല്ല, ബ്ലൂ ഉണ്ട്, ഓറഞ്ചും ഉണ്ട്, റെഡും ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ. അപ്പം എങ്ങനെയാണെന്നറിയില്ല. ഫ്രണ്ട് സൈഡിൽ എങ്ങനെയാണ് നമ്മുടെ പുതിയ ഫോർഡ് മസ്താങ് ഇല്ലേ 2020 അതാണ് ഈ മസ്താങ്. അല്ല നമ്മുടെ പണ്ടത്തെ എന്താ പറയുക 2015 ആയപ്പോൾ ഉള്ള മസ്താങ്ങിലിത്. പക്ഷേ ഏകദേശം കൈ ഇങ്ങനെ വെക്കാൻ നേരത്തെ 2015 പോലത്തെ ഒരു മസ്താങ്ങിൻ്റെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടാൻ നേരത്തെ നിങ്ങൾ ജസ്റ്റ് ഈ ബ്ലാക്ക് ഇവിടെ ഇല്ലേ, ഇപ്പോൾ 2020 ഇവിടെ ഇങ്ങനെ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് കാണാം, മനസ്സിലാവാൻ പറ്റും. ഇവിടെ എന്താ ഫോർഡ് മസ്താങ് 2020 ആ ലോഗോ ഹോസിൻ്റെ ആണെങ്കിൽ നല്ലത്. ഇതാണിപ്പം ഏറ്റവും നല്ലത്. ഇതിന് ഗിയേഴ്സിൻ്റെ കളർ ഏതാന്ന് വെച്ചാൽ റെഡാണ്. പിന്നെ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്, ഓൾമോസ്റ്റ് ഡീറ്റെയിൽഡാണ്. ഇതുണ്ടോ, ഇതിൽ ലൈറ്റ് എത്തുന്ന അങ്ങനെയല്ല, മറ്റേ എന്താ പറയുക വേറെ ഏതൊരു ബ്രാൻഡ് ഞാൻ മേടിച്ചു, ബ്രാൻഡ് ഓക്കെ. ഇതാണ് എനിക്കൊരു കാര്യം കൂടി കാട്ടുന്നുണ്ട്. ഇതല്ലേ ഈ ടയർ കണ്ടാണ് അവിടെ ആദ്യം ടയർ ഉണ്ടാണ് വീട്ടിൽ. കണ്ടോ, ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം. ഇതുപോലെ ഇങ്ങനെ തിരിക്കാൻ നേരത്തെ ടയർ ഉണ്ടാണ്. ഇത് കുറച്ച് ഹാർഡാണ്, അത് അടിക്കുക താഴെപ്പോൾ. അതുകൊണ്ടാണ് ഇത് കുറച്ച് വില കൂടിയ കാറാണെന്ന് പറയുന്നത്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടും, ഫ്ലിപ്കാർട്ട് അറിയില്ല, ആമസോണിൽ നിന്ന് കിട്ടും, ചിലപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടുന്നതല്ല. ഭയങ്കര പൈസ തന്നെ.
ഇതാണെങ്കിലും എനിക്ക് കാട്ടുന്നത്. പിന്നെ ബാക്കി കാസ് നിങ്ങൾ അവിടെ കാണുന്നില്ലേ, ഇത് കാണുന്നില്ലേ ബാക്കി കാസ്? അത് ബുഗാട്ടി, പിന്നെ മെർസിഡീസ്, പിന്നെ ലാംബോർഗിനി. ഈ ബുഗാട്ടീൻ്റെ ഒരു വീഡിയോ തരാം. ആക്ച്വലി ഇതിൻ്റെ വീഡിയോ ഇത് കട്ടിയെടുക്കണം. ഓക്കെ, ഇപ്പം ബുഗാട്ടി ചെയറോൺ ആണ് ഇതിൻ്റെ പേര്. അപ്പം നോക്കിക്കോ, ഇതുണ്ട്. എനിക്കെല്ലാം തുറക്കാൻ പറ്റും, ലൈറ്റ് കത്തും. നോക്കണം, ഇവിടെ ലൈറ്റ് എത്തും. എനിക്കറിയാം, നീ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് മോസ്റ്റ് പീപ്പിൾസിന് ഇതേപോലത്തെ ടോയ്സ് ഉണ്ടെന്ന്. ഡോർ തുറക്കാൻ നേരത്ത് ഇങ്ങനെ ആയിരിക്കും, ഉണ്ടോ? ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. പിന്നെ ഇങ്ങനെയോ ഇത് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രണ്ടിലും തുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത്ര ഡീറ്റെയിൽഡ് അല്ല ഈ കാറ്. ടയർ തിരിയാൻ പറ്റുന്നില്ല. ഞാൻ എന്താ പറയുക, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓടുന്ന സാധനം കേട്ടോ. ഇവിടെ ഇത് എൻജിനാണിത്. പിന്നെ അങ്ങനെയില്ല. പിന്നെ മെർസിഡീസിൻ്റെ അറിയാം. അപ്പം ഈ കാറാണ് മെർസിഡീസ്. ഓക്കെ, ഈ കാസ് മെർസിഡീസ് AMG G63 6x6 ആണ് ഈ കാറ്, ഈ വണ്ടി. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് തുറക്കാൻ പറ്റുന്നത് ഞാൻ കാട്ടിത്തരാം. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, അപ്പം അടിയിൽ കുറച്ച് ഡീറ്റെയിൽ ഉണ്ട്. ഇവിടെയും എൻജിൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നാണ് ഈ മറ്റേ പുക വരുന്നത്. വണ്ടിക്ക് ഇവിടെ നിന്നല്ലേ. പക്ഷേ ഇതേപോലത്തെ വണ്ടികൾക്ക് ഇങ്ങനെ 6x6 4x4 ഒരു എന്താ പറയുക മോൺസ്റ്റർക്കെല്ലാം അതേപോലെ അതിൻ്റെ അവിടെ ഇവിടെ നിന്നല്ല, ഈ സൈഡിൽ നിന്നല്ല വരുന്നത്. പിന്നെ ആ ലൈറ്റിൻ മക്വീൻ്റെ ആ സൈഡിലും കൂടിയും കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ആയിരിക്കും എൻജിൻ. പിന്നെ ഓപ്പൺ ആവുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഓപ്പൺ ആവും. പിന്നെ ഇത് ഇങ്ങനെയാണ്. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. ഇത് ലോക്ക്ഡാണ്. ഇങ്ങനെ വെച്ചാൽ നമ്മളത് മേലോട്ട് വന്ന് തേച്ചിട്ട് ഇങ്ങോട്ട് വേണം. അപ്പം ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ ഓടിക്കാനൊക്കെ പറ്റും. ഇത് നമ്മൾ പക്ഷേ ഈ രണ്ട് വണ്ടിയിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് വേറെ മോഡലാണ്, കളർ വേറെയാണ്, എല്ലാമാണ്. അത് മാത്രമല്ല ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ പോവില്ല. പക്ഷേ ഈ സാധനം ഇങ്ങനെ ചെയ്താൽ പോകും. ഇത് വേറെ കാറാണ്. അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ കാറിൻ്റെ ഇതൊക്കെ. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ലൈറ്റ് കത്തും. സൺറൂഫ് തുറക്കാൻ പറ്റില്ലാണേലും അത്ര സംഭവമില്ല ഇത്. കണ്ടോ, തുറക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ ആ ലൈറ്റ് ആവില്ല. പക്ഷെ ഡോർ അടിച്ചു കഴിഞ്ഞാൽ ആ ബുഗാട്ടീനും ഇല്ലേ, ഡോർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്താൽ സൗണ്ട് കേൾക്കില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ഡോറെല്ലാം ക്ലോസ് ആയില്ലേ, ഇനി ഒന്നുകൂടി ചെറുതായിട്ട് വരും. കണ്ടോ, ഇത് ജീവാഗണ്ട ലൈറ്റ് പോലും മെർസിഡീസ് തന്നെ അല്ലേ. എന്നാ ക്യൂട്ട് ലൈറ്റ്. ഇവിടെ പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നോക്കിയാൽ ജീവാക്കണമല്ലേ.
ഇങ്ങനെപ്പോലെ വെച്ച് കഴിഞ്ഞാൽ ജീവക്കണമില്ലേ. എനിക്ക് മേടിച്ചവനെ തോന്നിയായിരുന്നു ഇങ്ങനെ വെച്ച് ജീവക്കണം. ഓക്കെ, അങ്ങനെ അടുത്ത കാറാണ് ലാംബോർഗിനി വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാംബോർഗിനി വെനോ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് ആ ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെന്ന്. ഓക്കെ, എന്താണ് ഇതാണ് നമ്മുടെ ലാംബോർഗിനി വെനോ. അപ്പം ഇത് എനിക്കറിയില്ല എന്താ സംഭവമാണ്. ഇതിങ്ങനെ തിരിയും, അത് നല്ല ലൂസായിട്ടായിരിക്കും. ഇത് ലൈക്ക് 1 month ആയി മേടിച്ചിട്ട്. നമുക്ക് ഇങ്ങനെ വായ തുറക്കാൻ പറ്റും. ഇതൊരു RC കാർ, പിന്നെ ഇങ്ങനെ തുറക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽഡ് അല്ലേ ഈ കാർ. ഇങ്ങനെയാണ് ഈ കാറ് വരുന്നത്. എനിക്കറിയാം കുറച്ച് എന്താ ഇതിനൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതിന് അത്രയും ഡീറ്റെയിൽഡ് അല്ല, അപ്പം എനിക്കത്ര കാട്ടുന്നില്ല. അത് ഇങ്ങനെ ഓടിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ RC ഡ്രിഫ്റ്റ് കണ്ടിട്ട് RC ഡ്രിഫ്റ്റ്. ഓക്കെ, ഗായ്സ് ഓക്കെ.